അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 11ാം ദിനവും തുടരുമ്പോൾ നദിയിൽ നിന്ന് പുതിയ ഒരു സിഗ്നൽ കൂടി ലഭിച്ചു. കനത്ത മഴയും പുഴയിലെ അടിയൊഴുക്കും തിരച്ചിലിന് വെല്ലുവിളിയാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിലെത്തി. പ്രതികൂല കാലാവസ്ഥയിലും തിരച്ചിൽ തുടരണമെന്ന് കർണാടകയോട് ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. പുഴയിലെ മൺകൂനയിൽ നിന്നാണ് പുതിയ സിഗ്നൽ ലഭിച്ചത്. ലോറി മുങ്ങുന്നത് കണ്ടെന്ന് പ്രദേശവാസി മൊഴി നൽകിയ സ്ഥലത്തിന് സമീപമാണ് പുതിയ സിഗ്നൽ. അതേസമയം അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ച് രാവിലെ മുതൽ ഷിരൂരിൽ കനത്ത മഴയും കാറ്റുമാണ്. ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാദൗത്യത്തെ ദുഷ്കരമാക്കുന്നു. ഉത്തര കന്നഡ ജില്ലയിൽ 3 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ അർജുന്റെ ട്രക്ക് ഉയർത്താൻ ശ്രമം തുടരുകയുള്ളൂ. പുതിയ സിഗ്നൽ ട്രക്കിൻ്റേതാകാമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു. രാത്രി നമ്മൾ ഇത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ വി റിയലൈസ് ദാറ്റ് ഫോർത്ത് CP3 got the scattering of the signals and that scattering was not matching the length and breadth of the truck. നമ്മൾ വിചാരിച്ച പോലെ. So that's why in the morning we did some reruns. അതിനെ കുറിച്ച് നാവിഗേഷൻ എറർ കറക്ഷൻ ചെയ്യാനായിട്ട് അപ്പോഴാണ് we inadvertently ഒരു ചാൻസ് ആയിട്ട് we got into this CP4 അവിടെ സ്ട്രോങ് മെറ്റാലിക് സിഗ്നൽസ് കിട്ടി റൺസ് ചെയ്യുമ്പോൾ അതിനെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ നമ്മൾ പരിശോധിച്ചു. ദെൻ വി റിയലൈസ് ദാറ്റ് ഇവിടെ നല്ല ഐറ്റംസ് ഒരു സ്ട്രോങ് ഐറ്റം കിടക്കേണ്ടതെന്ന് അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിലെത്തി. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ, ജില്ലാ കളക്ടർ, പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുമായി മന്ത്രി ചർച്ച നടത്തി. എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ലോകത്താകെയുള്ള മലയാളികൾ വലിയ പ്രയാസത്തോടു കൂടി ഈ വിഷയത്തെ ഉറ്റുനോക്കുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ആ ശ്രമം ഇനിയും തുടരും. കൂട്ടായി നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. MLA മാരായ ലിൻഡോ ജോസഫ്, സച്ചിൻ ദേവ്, MK രാഘവൻ MP തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇന്നലെ പകൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴയ്ക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. പ്രതികൂല കാലാവസ്ഥയിലും ദൗത്യം തുടരണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് അവലോകന യോഗത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നോട്ട് വച്ചത്. അത് അംഗീകരിച്ച വരും ദിവസങ്ങളിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കി തെരച്ചിൽ തുടരാനാണ് തീരുമാനം. ഷിരൂരിൽ നിന്നും കൈരളി വാർത്താ സംഘത്തോടൊപ്പം സിജു കണ്ണൻ.